കഴിഞ്ഞ ദിവസമാണ് വരയാൽ AKT ഭാഗത്ത് വെച്ച് കടുവയുടെ സാന്നിധ്യം കണ്ടെത്തിയിരിക്കുന്നത്. വനപാലക സംഘം ഇപ്പോൾ തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. ഈ കടുവയെ കണ്ട വ്യക്തി നമ്മുടെ ഒപ്പം ചേരുന്നുണ്ട്. എപ്പോഴാണ് കണ്ടത്? കണ്ടത് ഒരു 3 ദിവസമായിട്ടുണ്ടാവും. ഞാൻ വെള്ളം കുത്താൻ വേണ്ടിയിട്ട് മേലോട്ട് പോയതായിരുന്നു. അപ്പൊ അവിടുന്ന് ഫോറസ്റ്റിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരുമായിരുന്നു. ചായത്തോട്ടത്തിലോട്ട് ഇറങ്ങി വരുമായിരുന്നു. അപ്പൊ അതിന് ഫ്രണ്ട് ഭാഗം മാത്രമേ കുറച്ച് കണ്ടുള്ളൂ. അപ്പൊ കണ്ടപാട് ഞാൻ ഓടി. അപ്പൊ ഇന്നലെയും ആളുകൾ കണ്ടെന്ന് പറയുന്നുണ്ട്. അതന്നെ സെയിം. ഞാൻ ഫോട്ടോ കണ്ടായിരുന്നു. ആ സെയിം ഇത് തന്നെ കണ്ട ഞാൻ. കടുവയാണോ പുലിയാണോ എനിക്ക് അറിയില്ലായിരുന്നു. അപ്പൊ ഫ്രണ്ട് ഭാഗം മാത്രം കണ്ടുകൊണ്ട് പിന്നെ ഇപ്പൊ ഫോട്ടോ കണ്ടുകൊണ്ട് അതന്നെ മനസ്സിലായത്. ഇന്നലെ ശരിക്കും കണ്ടിരുന്നു അല്ലേ? ഞാൻ കണ്ടായിരുന്നു. ആളുടെ മെമ്പർ നമ്മളിപ്പോ ചേരുന്നുണ്ട്. ജനങ്ങൾക്ക് വെച്ചാൽ ഇക്കാര്യത്തിൽ ആശങ്കയുണ്ട്. എങ്ങനെയാണ് കടുവയാണ് സ്ഥിരീകരിച്ചിട്ടുണ്ട് വനവകുപ്പ്? വനം വകുപ്പിന്റെ നേതൃത്വത്തിൽ ഞങ്ങള് മുൻ മെമ്പർ അടക്കം 2ാം വാർഡ് മെമ്പർ ഉണ്ട്. ഈ വാർഡിലെ ഞാനടക്കം ഫോറസ്റ്റ് സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഉദ്യോഗസ്ഥരടക്കം ഞങ്ങളിപ്പം കടുവ ഇറങ്ങിയ സ്ഥലത്ത് ഞങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട്. അപ്പൊ കടുവ അത് പട്ടിപ്പുലിയാന്നുള്ളതാണ് അവർ പറയുന്നത്. പക്ഷെ കടുവ അതിന്റെ മേലെ തന്നെ ഉണ്ട്. അപ്പൊ അതിന്റെ തീരുമാനങ്ങൾ അറിഞ്ഞിട്ട് അവർ ഞങ്ങളെ അറിയിക്കാന്നുള്ള രീതിയിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ആളുകൾ സ്ഥലത്ത് തന്നെയുണ്ട്. ഞങ്ങളിപ്പോ ഇങ്ങോട്ട് താഴേക്ക് ഇറങ്ങി വന്നു. ഇന്നലെ ഫോട്ടോസ് ഒക്കെ വന്നിരുന്നു. അപ്പൊ അതിലൊക്കെ വ്യക്തമായി കാണുന്നുണ്ട് കടുവിന്. ഫോട്ടോസിൽ കൃത്യമായിട്ടും വ്യക്തമായിട്ട് കാണുന്നുണ്ട് കടുവ തന്നെയാണെന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. അപ്പം ജനങ്ങളിലേക്ക് ഇത് ഈ വശത്തുള്ള ഈ സിറ്റിയിലുള്ള തൊട്ടടുത്തുള്ള ആളുകൾക്ക് ഒരു നിർദ്ദേശവും ജാഗ്രതയും കൊടുക്കാനുള്ള ഏർപ്പാട് ഞങ്ങൾ ഫോറസ്റ്റ് സ്റ്റേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ അധികൃതരോട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വനം വകുപ്പിന്റെ നേതൃത്വത്തിൽ കൃത്യമായ ജാഗ്രത ഉണ്ടെന്ന് നമുക്ക് എങ്ങനെയാ പറയാ, ഞങ്ങള് നന്നായി ഇടപെടുന്നുണ്ട്. അവര് കൃത്യമായിട്ട് നോക്കാന്നുള്ള രീതിയിൽ തന്നെ അറിയിച്ചിട്ടുണ്ട്. അവരെ ഇടപെടലിന്റെ ലേശം ഒരു പോരായ്മ നമുക്ക് ഉണ്ടെന്നുള്ളത് ഒരു ഇത് വന്നതുകൊണ്ടാണ് ഞങ്ങൾ ഫോറസ്റ്റിന്റെ ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്ത് നാട്ടുകാരടക്കം ഞങ്ങൾ ജനപ്രതിനിധികൾ പോയത് അവരോട് ഈ കാര്യം സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്. ഏതായാലും ജനവാസ മേഖലയിലാണ് ഈ പ്രദേശത്ത് ഒരാഴ്ചയായി പലതവണയായിട്ടും ഈ കടുവയുടെ സാന്നിധ്യം കണ്ടതായി ഇവർ തന്നെ പറയുന്നുണ്ട്. വരയാൽ പ്രദേശത്ത് കാട്ടുപോത്തിന്റെയും കുരങ്ങിന്റെയും ശല്യം വ്യാപിച്ചിരിക്കുമ്പോഴാണ് വീണ്ടും കടുവയുടെ സാന്നിധ്യം കണ്ടെത്തിയിരിക്കുന്നത്. നാട്ടുകാർ ആശങ്കയിൽ തന്നെയാണ്. വനവകുപ്പ് ഇക്കാര്യത്തിൽ കാര്യക്ഷമമായി ഇടപെടണം എന്നാണ് നാട്ടുകാരുടെ ആവശ്യം. വരയാലിൽ നിന്ന് വി വിനീഷ്, വയനാട് ന്യൂസ്.